2000 വർഷങ്ങളായി തുറന്നിട്ടില്ലാത്തൊരു വീടിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. വർഷം ഏകദേശം AD 20 ഗലീലയിലെ ഒരു കുന്നിൻ ചെരിവാണ് സ്ഥലം. നസ്രേത്ത് എന്ന ഗ്രാമം. ജനസംഖ്യ ഏകദേശം 400 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെയല്ല ഈ വീട്. ഈ വീട് പാറയിൽ തന്നെ കൊത്തിയെടുത്തതാണ്. പകുതിയും ഗുഹ, ബാക്കി പകുതി കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. അതിനകത്ത് താമസിക്കുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ആശാരി, അവൻ്റെ ഭാര്യ, പിന്നെ 20 വയസ്സുള്ള ഒരു മകൻ. ഈ വീട്ടിൽ യേശു എങ്ങനെ താമസിച്ചു, യേശു ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എന്നാൽ അതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് ഈ കാര്യം എങ്ങനെ കണ്ടെത്തി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. 2006 പുരാവസ്തു ഗവേഷകയായ യാർഡിന അലക്സാണ്ടർ നസ്രേത്തിലെ ഇന്റർനാഷണൽ മാരൻ സെന്ററിന് താഴെ ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വീട് കണ്ടെത്തി. 2 മുറികൾ, നടുക്കൊരു മുറ്റം, ആ മുറ്റത്ത് തന്നെ നല്ല ആഴമുള്ള കിണറുള്ള ഒരു വീട്. 1-ാം നൂറ്റാണ്ടിൽ പണിതതാണത്. അതായത് യേശുവിന്റെ കാലത്ത് പണിതതാണ്. അതുമാത്രമല്ല, സിസ്റ്റേഴ്സ് ഓഫ് നാസറേത്ത് കവനന്റിന് താഴെ പുരാവസ്തു ഗവേഷകനായ കെൻഡാർക്ക് മറ്റൊരു ഘടനയെക്കുറിച്ച് വർഷങ്ങളോളം ഗവേഷണം ചെയ്തു. ആ സമയത്ത് ആദ്യകാല റോമൻ കാലഘട്ടത്തിൽ ഒരു പാറയിൽ വെട്ടിയെടുത്ത നല്ല വലിയ മുറ്റമുള്ള ഒരു വീട് കണ്ടെത്തി. ഒരു മുറി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ വാതിൽ പാറയിൽ വെട്ടിയെടുത്തതായിരുന്നു. ചോക്ക് തറയുടെ ശകലങ്ങളും ഉണ്ടായിരുന്നു. ഈ സ്ഥലം പിന്നീട് ബൈസൈൻറ്റൈനും ക്രൂസേഡർ ക്രിസ്ത്യൻസും ഏറ്റെടുത്തു. ഇത് ശരിക്കും യേശു ജീവിച്ച വീടാണ് എന്ന് അവർ കണ്ടെത്തി. ഇത് വെറും ഊഹാഭോഗങ്ങളല്ല. നസ്രേത്തിൽ കുഴിച്ചെടുത്ത യേശുവിൻ്റെ വീടാണത്. നാം ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഈ വീടുള്ളത്. സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ മരം കൊണ്ടുള്ള വീടല്ല ഇത്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടും അല്ലത്. നസ്രേത്തിലെ വീടുകൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കുന്നു മുഴുവൻ ചുണ്ണാമ്പ് കല്ലാണ്. ആ ചുണ്ണാമ്പ് കുന്നിൻ്റെ ചെരിവിൽ കുറച്ചു ഭാഗം കൊത്തിയെടുത്ത് നിർമ്മിച്ചതാണ് ഈ വീടുകൾ. നാരി എന്നറിയപ്പെടുന്ന നല്ല മൃദുവായ പാറയാണിത്. വീട് പണിയുന്നവർക്ക് അതിനെ എളുപ്പത്തിൽ ചെത്തിയെടുക്കാൻ പറ്റും. ബാക്കി ഭാഗം അവർ മൂടാനായിട്ട് കല്ലുകൾ അടുക്കി അതിൻ്റെ ഇടയ്ക്ക് മണ്ണും വൈക്കോലും കൂടെ കുഴച്ച് സിമെന്റ് പോലെ ഉറപ്പിക്കും. നസ്രേത്ത് എന്ന സ്ഥലം ഭയങ്കര ചെറുതായിരുന്നു. ഏകദേശം 4 ഏക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്തിനകത്ത് വെറും 50 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊരു ഒറ്റപ്പെട്ട സ്ഥലവും അല്ല. ചരിത്രകാരനായ യോസിഫസ് ഗലീലയുടെ അഹങ്കാരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സെഫാറസ് എന്ന നഗരം വെറും 1 മണിക്കൂർ നടക്കാവുന്ന ദൂരത്തിലായിരുന്നു. ഗ്രീക്ക് റോമിൻ്റെ ഒരു പ്രധാന നഗരമാണത്. ബാങ്കുകൾ, മാർക്കറ്റുകൾ, തിയേറ്ററുകൾ, വലിയ നിർമ്മിതികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ വീടിനകത്ത് ഒരു ദിവസം പുലർച്ചെ കണ്ണു തുറന്ന നിമിഷം മുതൽ രാത്രി വരെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഈ വിശദാംശങ്ങളെല്ലാം പുരാവസ്തു ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ യേശുവിനോട് കൂടുതൽ അടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കല്ലിൽ കൊത്തിയെടുത്ത മുറിയിൽ പുലർച്ചെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇരുട്ടാണ്. മുറിയിൽ ജനാലകളുണ്ട്, പക്ഷേ അത് ചുമരിൽ ഉയരത്തിലായിരിക്കും. അതിന് വലിയ വീതി ഉണ്ടാകത്തില്ല. ഈജിപ്ഷ്യൻ ശൈലി ജനാലകൾ എന്നാണ് പുരാവസ്തു ഗവേഷകർ ഇതിനെ വിളിക്കുന്നത്. അത് പ്രധാനമായിട്ടും വായു സഞ്ചാരത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്, വെളിച്ചത്തിന് വേണ്ടിയല്ല. പ്രഭാതമായി എന്ന് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു വെട്ടം മാത്രമേ അകത്ത് വരത്തുള്ളൂ. താഴെ നിലത്ത് നല്ല പൊടിയും അഴുക്കും ഉണ്ടാകും. അത് ആ വീടിന്റെ തറയുടെ തന്നെ പൊടിയായിരിക്കും. കിടക്കുന്നത് ഒരു ഞാങ്ങണ പായയിലാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന പുതപ്പ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഉപയോഗിച്ചിരുന്ന അതേ മേലങ്കി തന്നെയായിരിക്കും. ചിലപ്പോൾ അതേ മേലങ്കി ആയിരിക്കും അന്നും ഉപയോഗിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ഗലീലയിൽ മേലങ്കി ഡബിൾ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. തോറയും ഈ ആചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മേലങ്കി വാങ്ങിച്ചിട്ട് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ മേലങ്കിയെ അന്ന് രാത്രി ആ കടം കൊടുത്തവൻ സൂക്ഷിക്കാൻ പാടില്ല. കാരണം അയാൾക്ക് ഉറങ്ങാനായിട്ട് അത് ആവശ്യമായിരുന്നു. അന്ന് കിടക്കാനായിട്ട് ബെഡൊന്നും ഇല്ലല്ലോ. കുടുംബം മൊത്തം തറയിൽ വിരിച്ച പായകളിലാണ് കിടക്കുന്നത്. പലപ്പോഴും ഒരൊറ്റ മുറിയിൽ തന്നെ ആയിരിക്കും. മുറി ചെറുതാണ്, വീടിനധികം പൊക്കവും ഉണ്ടാകത്തില്ല. മുകളിലുള്ള പരന്ന മേൽക്കുരയെ താങ്ങി നിർത്തുന്നത് തടി കൊണ്ടുള്ള ബീമുകളാണ്. കുന്നിൻ ചെരുവിൽ കൊത്തിയെടുത്ത ഒരു പ്രകൃതിദത്ത വീടാണിത്. സൈഡ് കുറച്ചു ഭാഗം മണ്ണും വൈക്കോലും കുഴച്ച ചാന്തുകൊണ്ട് നിർമ്മിച്ച കല്ലായിരിക്കും. അത് കാരണം തന്നെ വീടിന്റെ അകത്ത് മണ്ണിന്റെയും കല്ലിന്റെയും മണം ഉണ്ടാകും. പിന്നെ കുറച്ച് പുകയുണ്ടാകും. രാത്രിയിൽ ഒലിവെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന ചെറിയ വിളക്കുണ്ടാകും. വിളക്കിന് കൈപ്പത്തിയുടെ അത്രയും വലിപ്പമേ ഉണ്ടാകത്തുള്ളൂ. അതിൽ നിന്ന് വെളിച്ചത്തേക്കാൾ കൂടുതൽ പുകയായിരിക്കും വരുന്നത്. അതായിരുന്നു ആ വീടിന്റെ ഏക പ്രകാശം. സിസ്റ്റേഴ്സ് ഓഫ് നസ്രേത്ത് എന്ന സ്ഥലത്ത് പുരാവസ്തു ഗവേഷകർ പണ്ടത്തെ അതേ ഉയരത്തിലുള്ള വീടിന്റെ ഒരു മുറി കണ്ടെത്തി. പാറയിൽ വെട്ടിയെടുത്ത ആ വാതിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ചോക്ക് തറയുടെ ശകലങ്ങളും അതിലുണ്ട്. വെളുപ്പിന് നല്ല തണുപ്പുണ്ടാകും. മുറിയുടെ അകത്തും നല്ല തണുപ്പുണ്ടാകും. ചുണ്ണാമ്പുകലായതുകൊണ്ട് തന്നെ മുറിയുടെ അകത്ത് നല്ല തണുപ്പുണ്ടാകും. യേശു ഏതാണ്ട് ഇരുട്ടുള്ള സമയത്ത് തന്നെ എഴുന്നേക്കുമായിരുന്നു. ലൂക്കോസ് 25:51 സംഭവിച്ചത് ഇവിടെയാണ്. അതിനുശേഷം യേശു അവരോട് കൂടെ നസ്രേത്തിലേക്ക് പോയി. അവർക്ക് അനുസരണമുള്ളവനായി തീർന്നു. വലിയ ഹോളോ രാജകൊട്ടാരത്തിലോ അല്ല, പാറയിൽ കൊത്തിയെടുത്ത് ഒരു ഇരുണ്ട മുറിയിലാണ് ജീവിച്ചത്. ഇവിടെ അനുസരണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രഭാതത്തിന് മുമ്പ് ജോലി ചെയ്യാൻ എഴുന്നേറ്റു എന്നാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ, അതായത് മതിയായ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ റൂമിൽ നിന്ന് പുറത്തു വരും. അവിടെയാണ് ഓരോ നസ്രത്തിലെ വീടിൻ്റെയും ഹൃദയഭാഗമുള്ളത്.
റൂമിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ എല്ലാം മാറും. വീടിന്റെ മുറ്റത്ത് മേൽക്കൂരയില്ല, നല്ല വെട്ടം ഉണ്ടാകും. മുറികൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഉറങ്ങാനും സാധനങ്ങൾ സൂക്ഷിക്കാനുമാണ്. അന്നേ ദിവസം ബാക്കി ചെലവഴിക്കുന്നത് ഇവിടെയാണ്, ഈ മുറ്റത്താണ്. മുറിയിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് പൊടിക്കുന്ന ശബ്ദമായിരിക്കും. അന്നത്തെ ഗ്രൈൻഡർ ഇതാണ്. മറിയ അന്നേ ദിവസത്തിന് ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ പൊടിക്കുന്നത് ഇതിലാണ്. പുരാതന കാലത്ത് ഒരു അലാറം ക്ലോക്ക് പോലെയായിരുന്നു ഈ ശബ്ദം. എല്ലാ ദിവസവും ഇതിൽ ഗ്രൈൻഡ് ചെയ്യും. അപ്പം പിറ്റേ ദിവസത്തിന് വേണ്ടി സൂക്ഷിക്കില്ല. അന്നത്തെ അപ്പത്തിന് അന്നേ ഗ്രൈൻഡ് ചെയ്തെടുക്കത്തുള്ളൂ. മുറ്റത്തെ തറ മണ്ണോ പരുക്കൻ കല്ലോ വെച്ച് നിർമ്മിച്ചതാണ്. ഒരു ചുവരിനോട് ചേർന്ന് ടാബൂൺ എന്നറിയപ്പെടുന്ന ഒരു താഴികകുടം പോലെയായിരുന്നു അവിടുത്തെ കളിമൺ അടുപ്പുകൾ. തൊട്ടടുത്ത് തന്നെ മൺപാത്ര ഭരണികളിൽ ധാന്യം, എണ്ണ, ഉണങ്ങിയ പയർവർഗ്ഗങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നുണ്ടാകും. മുറ്റത്തിന്റെ നടുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ കിണറുണ്ടാകും. വീട്ടിലെ ഏറ്റവും നിർണായകമായ അടിസ്ഥാന സൗകര്യമാണത്. ചുണ്ണാമ്പ് കല്ലിൽ നിന്ന് ഏകദേശം 3 മീറ്റർ ആഴത്തിലായിരിക്കും ഈ കിണർ. മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒരു ചാല് വഴി കിണറിലേക്ക് പോകും. അതിനു മുമ്പ് തന്നെ ചെറിയൊരു കുഴി ഉണ്ടാകും. അതിൽ ചെളിയും അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടും. അന്ന് ടാങ്കോ ടേപ്പോ ഒന്നും ഇല്ലായിരുന്നല്ലോ. കുടിക്കാനോ പാചകം ചെയ്യാനോ കുളിക്കാനോ എല്ലാത്തിനും മഴവെള്ളം ശേഖരിച്ച് ഈ കിണറിൽ നിന്നാണ് എടുക്കുന്നത്. ഇന്റർനാഷണൽ മറൈൻ സെന്ററിൽ ഈ കിണർ കണ്ടെത്തിയ സമയത്ത് അന്നത്തെ ആളുകളുടെ എഞ്ചിനീയറിംഗ് മികവ് കണ്ട് ശാസ്ത്രജ്ഞർ ഞെട്ടി. അതിരാവിലെ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കും. ധാന്യം പൊടിക്കും. ഉണങ്ങിയ ചാണകം അല്ലെങ്കിൽ ഒലിവ് മര കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം തയ്യാറാക്കും. നൂൽ നൂത്ത് തുണി നെയ്യുക, ചിലപ്പോൾ നല്ല വെട്ടമുള്ള മേൽക്കൂരയിൽ ചെന്നിട്ട് കുട്ടികളെ കളിപ്പിക്കുക, ജൂത നിയമം അനുസരിച്ച് വീടിന്റെ ആചാരപരമായ ശുദ്ധി നിലനിർത്തുക എന്നൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ സ്ത്രീകൾ ദിവസം മുഴുവനും ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായിട്ട് എല്ലാ ദിവസവും മറിയയുടെ ലോകം ഇതായിരുന്നു. യേശു ഉണർന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവിടെയല്ല. യേശു എല്ലാ ദിവസവും ജോലി ചെയ്യുമായിരുന്നു. 2000 വർഷമായിട്ട് എല്ലാവരും അദ്ദേഹത്തെ ആശാരിയുടെ മകൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മരക്കഷ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു റൂമായിരിക്കും. പക്ഷേ അതൊരു തർജിമ പിഴവാണ്. മത്തായി 13:55 വാക്യത്തിലും മർക്കോസ് 6:3 വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ടെക്ടോൻ എന്നാണ്. ടെക്ടോൻ എന്ന് പറഞ്ഞാൽ ആശാരി എന്നല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം നിർമ്മിക്കുന്നവൻ എന്നാണ്. ചിലപ്പോൾ ലോഹം എന്നിവ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ഒരു കരകൗശല വിദഗ്ധനാണ്. ഇപ്പോൾ ഈ ഗലീല പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ഒന്ന് നോക്കിക്കേ. അവിടെ മരങ്ങൾ കുറവായിരുന്നു. കുന്നുകൾ പാറ കൊണ്ട് നിറഞ്ഞതാണ്. കാടുകൾ അവിടെ ഇല്ല. ചുണ്ണാമ്പ് കല്ല് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഗലീലയിൽ ഉണ്ടായിരുന്ന ടെക്ടോന്റെ 10ൽ 9 പേരും മരമല്ല കല്ലുപണി ചെയ്യുന്നവരായിരുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. യേശു പ്രധാനമായും ഒരു കല്ലുപണിക്കാരനായിരുന്നു. ജോലിസ്ഥലം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. വൃത്തിയുള്ളൊരു സ്ഥലമല്ല, നല്ല പൊടിയുണ്ടാകും. ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന കരകൗശല വിദഗ്ധർ പലപ്പോഴും ഇരുന്ന് തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ചുണ്ണാമ്പ് കല്ലിന്റെ പൊടി ദേഹത്ത് മൊത്തം ഉണ്ടാകും. അന്ന് ഈ ഇരുമ്പ് ആയുധങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പണി ചെയ്യുന്ന ആയുധങ്ങളൊക്കെ അപ്പനിൽ നിന്ന് മകനിലേക്ക് കൈമാറി ഒരു സ്വത്ത് പോലെ വരുമായിരുന്നു. BC 4 ഹേരോദ് അന്തിപ്പാസ് തന്റെ തലസ്ഥാനമായി സെഫോറിസ് പുനർനിർമ്മിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഒരുപാട് ജോലികൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവും അപ്പനായ യോസഫും ജോലിക്കായി സെഫാറസിലേക്ക് പോകുമായിരുന്നു. സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞ പല കാര്യങ്ങളും യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തുല്യം എന്ന് യേശു പറഞ്ഞപ്പോൾ അത് കാവ്യാത്മകമായി പറഞ്ഞതല്ല. അത് താൻ ചെയ്ത ജോലിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. മണലിലല്ല പാറയിൽ വീട് പണിയുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു. യേശുവിൻ്റെ കൈകൾ എങ്ങനെയായിരുന്നു എന്നറിയാമോ? മൊത്തം തഴുമ്പുകളായിരുന്നു. തണുപ്പ് കാരണം വിണ്ടുകീറിയതല്ല, കല്ല് പിടിച്ചെടുക്കുന്നത് കൊണ്ടുണ്ടായതാണ് ഈ തഴുമ്പുകൾ. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കല്ല്, പൊടി, തഴുമ്പിച്ച കൈകൾ. ദൈവപുത്രൻ തന്നെ സാധാരണ കുടുംബങ്ങൾക്ക് വേണ്ടി വീട് പണിയുന്നു. ദിവസത്തിൽ 2 പ്രാവശ്യം ഭക്ഷണം കഴിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഒരു ലഘുഭക്ഷണം, വൈകുന്നേരം നല്ലൊരു അത്താഴം. കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നു. കുടുംബനാഥൻ അനുഗ്രഹ പ്രാർത്ഥന ചെയ്യും. എല്ലാ ദിവസവും നിർബന്ധമായി ഭക്ഷണത്തിന് മുമ്പ് ഈ അനുഗ്രഹ പ്രാർത്ഥന പറയും. യേശു പോലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പത്തിന്മേലുള്ള അനുഗ്രഹം. ബറൂഖ് അതാ അദോനായി എലോഹേനു മെലഖ് ഹഉലാം ഹമോത്സി ലഖം മിൻ ഹആരത്സ്. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ നിന്ന് അപ്പം പുറപ്പെടുവിക്കുന്ന പ്രപഞ്ചത്തിന്റെ രാജാവായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. ഭക്ഷണത്തിന് ശേഷം ഒരു നീണ്ട പ്രാർത്ഥന ഉണ്ടാകും. അതിനെ ബറക്കത്ത് ഹമസോൻ എന്നാണ് പറയുന്നത്. നല്ല ഭക്ഷണത്തിനും ദേശത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഓരോ നേരത്തെ ഭക്ഷണവും ഒരു ആരാധന പോലെയായിരുന്നു. ഓരോ അനുഗ്രഹ പ്രാർത്ഥനയും ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അപ്പം ദൈവത്തിൽ നിന്നാണ് വന്നത് എന്നത്. അനുദിനാഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് വെറുതെ കാവ്യാത്മകതയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. യേശു അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു. അപ്പം അതിജീവനമായിരുന്നു. അപ്പം ഭക്ഷണമായിരുന്നു. ആ അപ്പം ദൈവത്തിൽ നിന്നാണ് വന്നത്.
അന്ത്യത്താഴത്തിൽ യേശു അപ്പം എടുത്ത് നന്ദി പറഞ്ഞ് നുറുക്കി ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ ആയിരക്കണക്കിന് തവണ മുമ്പ് ചെയ്തിരുന്ന കാര്യം തന്നെ അവിടെ ചെയ്യുമായിരുന്നു. യേശു എന്തൊക്കെ കഴിച്ചു എന്നെല്ലാം നമ്മൾ കണ്ടല്ലോ. ഇനി ഒരു സ്ഥലം കൂടി ബാക്കിയുണ്ട്. അതാണ് യേശു ഉറങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സ്ഥലം. സൂര്യൻ അസ്തമിച്ച ഉടൻ തന്നെ ആളുകൾ കിടക്കുന്ന മുറിയിലേക്ക് കയറില്ല. അവർ വീടിന്റെ മുകളിലേക്ക് പോകും. നസ്രത്തിലുള്ള വീടിന്റെ മേൽക്കൂര പരന്നതായിരുന്നു. അതൊരു താമസ സ്ഥലം പോലെയായിരുന്നു. പൊതുവെ സൈക്കമോർ അല്ലെങ്കിൽ സൈപ്രസ് പോലുള്ള തടി ഉപയോഗിച്ച് ബീമുകൾ ചുവറുകൾക്ക് കുറുകെ ഏകദേശം 2 മീറ്റർ അകലത്തിൽ സ്ഥാപിക്കുമായിരുന്നു. അതിന്റെ മുകളിൽ ചാരവും കുമ്മായവും കുഴച്ച് 10 മുതൽ 15 സെന്റിമീറ്റർ വരെ കട്ടിയിൽ മുകളിൽ പണിയും. അതിനുശേഷം ഉപരിതലം നല്ല മിനുസമാകുന്നതുവരെ അവർ ഒരു കനത്ത കൽ റോളർ ഉപയോഗിച്ച് ഒതുക്കും. അവസാനം അതിന്റെ ലുക്ക് എങ്ങനെയായിരിക്കും എന്നറിയാവോ? ഒരു ബൈബിൾ പണ്ഡിതന്റെ അഭിപ്രായത്തിൽ വീടിന്റെ മുകൾ ഭാഗം റോഡ് പോലെ തോന്നി എന്നാണ് പറഞ്ഞത്. മുകളിൽ നിന്ന് ആളുകൾ വീഴാതിരിക്കാനായിട്ട് ആവർത്തനം 22-8 വാക്യത്തിലെ തോറ നിയമം പറയുന്നതനുസരിച്ച് ഒരു കൈമതിൽ പണിയുമായിരുന്നു. അന്നത്തെ ആളുകൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ മുകളിൽ തന്നെ ആയിരിക്കും. കടുത്ത വേനൽക്കാലത്ത് ഈ മേൽക്കൂര വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ഏറ്റവും നല്ല സ്ഥലമായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നേരെ മുകളിലേക്ക് അവർ പോകും. ആ രംഗം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണാം. പ്രകാശ മലിനീകരണമില്ല. നല്ല കിടിലമായിട്ട് ആകാശവും അതിലെ നക്ഷത്രങ്ങളെയും കാണാൻ പറ്റും. താഴേക്ക് നോക്കിയ അയൽമുറ്റങ്ങളിൽ എണ്ണവിളക്കുകളുടെ തിളക്കം കാണാൻ പറ്റും. ചിലപ്പോൾ തൊട്ടടുത്ത മേൽക്കൂരയിൽ നിന്ന് ക്ഷേമ പ്രാർത്ഥന പറയുന്നത് കേൾക്കാൻ പറ്റും. ക്ഷേമ ഇസ്രായേൽ, അഡോനായ് ഏലോഹി, അഡോനായ് എഹാദ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ. ആവർത്തനം 6-ാം അധ്യായത്തിൽ കൽപ്പിക്കപ്പെട്ട യഹൂദ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇതായിരുന്നു. പലരും ദൈവത്തോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ വീടിന്റെ മേൽക്കൂര. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ സംഭവങ്ങളും മാറും. വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പതിവിലും കൂടുതൽ എണ്ണവിളക്കുകൾ അവർ കത്തിക്കും. കുടുംബം ഒരുമിച്ച് മുറ്റത്ത് വരും. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള പായകളൊക്കെ വിരിക്കും. അന്ന് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഗലീല കടലിൽ നിന്നുള്ള മത്സ്യം, ശ്രദ്ധയോടെ തയ്യാറാക്കിയ പച്ചക്കറികൾ, അങ്ങനെ ഒരുപാട് ഭക്ഷണം ഉണ്ടാകും. അതാണ് ശബത്ത് ദിവസം. വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ഒരു ജോലിയും ചെയ്യില്ല. ഭക്ഷണത്തിന് വേണ്ടി പൊടിക്കില്ല, കെട്ടിട പണി ചെയ്യില്ല, കച്ചവടമില്ല, ഒരു പരിപാടിയുമില്ല. ജോലി ചെയ്യുന്ന ഉപകരണങ്ങൾ മാറ്റിവെക്കും. ഗ്രാമം മൊത്തത്തിൽ ശാന്തമാകും. പിറ്റേന്ന് രാവിലെ ഗ്രാമങ്ങളെല്ലാം ഒത്തുചേരും. വലിയ പട്ടണമാണെങ്കിൽ സിനഗോഗുകളിൽ പോകും. 1-ാം നൂറ്റാണ്ടിലെ നസ്രത്ത് പോലുള്ള ചെറിയ ഗ്രാമങ്ങളിൽ ഏത് വീട്ടിലാണോ ഏറ്റവും വലിയ മുറിയുള്ളത് അവിടെ കൂടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുറന്ന സ്ഥലത്ത് ഒത്തുചേരും. തോറ എബ്രായ ഭാഷയിൽ ഉച്ചത്തിൽ വായിക്കും. എന്നിട്ട് അതിനെ അരാമ്യ ഭാഷയിൽ വിശദീകരിക്കും. അതാണ് അവിടെയുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷ. ലൂക്കോസ് 4-ാം അധ്യായം 16-ാം വാക്യം നമ്മോട് പറയുന്നു, യേശു അദ്ദേഹം വളർന്ന് സ്വന്തം പട്ടണമായ നസ്രത്തിലേക്ക് യാത്രയായി. അദ്ദേഹം ശബത്ത് ദിവസത്തിൽ പതിവനുസരിച്ച് പള്ളിയിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. പതിവനുസരിച്ച് യേശു പതിവ് തെറ്റാതെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പ്രാർത്ഥനാ വീടുകളിൽ തോറ വായിക്കുമായിരുന്നു, അതിനെ വ്യാഖ്യാനിക്കുമായിരുന്നു. ഇനി എല്ലാ കാര്യങ്ങളോടും ഒന്ന് ഒത്തൊരുമിച്ച് നോക്കിക്കേ. വെളുപ്പാങ്കാലത്തുള്ള ഇരുണ്ട മുറി, ചെത്തിയ മണ്ണിൽ വിരിച്ചിരിക്കുന്ന ഞാങ്ങനയുടെ പായിൽ കിടക്കുന്നു, പുതപ്പ് പോലുള്ള മേലങ്കി, അപ്പത്തിന് വേണ്ടി പൊടിക്കുന്നു, വെള്ളം കോരിയെടുക്കുന്നു. പിന്നെ നിർമ്മാണ സ്ഥലം, മറ്റുള്ളവരുടെ വീടിന് വേണ്ടി കട്ടകൾ രൂപപ്പെടുത്തുന്ന തഴമ്പിച്ച കൈകൾ, നുറുക്കിയ അപ്പം, മേൽക്കൂര, കഴിക്കുന്നതിന് മുമ്പും ശേഷവും രാത്രിയും എഴുന്നേറ്റ ഉടനെയും ഉള്ള പ്രാർത്ഥനകൾ, ശബത്തിൽ വിശ്രമം, വീടുകളിലെ സിനഗോഗുകളിൽ ഒത്തുചേരുന്ന ഒരു ജീവിതം. ദൈവം താമസിക്കാൻ തിരഞ്ഞെടുത്തത് ഇവിടെയാണ്. ഒരു കൊട്ടാരമല്ല, ഒരു ദൈവാലയമല്ല, അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിലെ കുന്നിൻ ചരിവിൽ കൊത്തിയെടുത്ത ഒരു ചെറിയ വീട്ടിൽ. യേശു അവരിൽ ഒരാളായിരുന്നു, നമ്മെപ്പോലെ ഒരാളായിരുന്നു. ഇതാണ് മനുഷ്യ അവതാരം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ ഒരു എണ്ണവിളക്കിന് പോലും ഭയങ്കര വില ഉണ്ടായിരുന്നത് കൊണ്ട് ഇരുണ്ട മുറികളിലാണ് യേശു വളർന്നത്. ഉപമകളെല്ലാം കാവ്യാത്മകമായി പറഞ്ഞതല്ല, അതെല്ലാം ഓർമ്മകളായിരുന്നു. വിത്തുകളും മണ്ണും ശില്പികൾ ഉപേക്ഷിച്ച കല്ലും പാറമേൽ പണിത വീടും എല്ലാം. ഇത് ദൃഷ്ടാന്തമായിട്ട് മാത്രം പറഞ്ഞതല്ല, തൻ്റെ ജീവിതം അതായിരുന്നു. പൗലോസ് എഴുതി, ക്രിസ്തു തന്നെ തന്നെ ശൂന്യമാക്കി ദാസവേഷം ധരിച്ച് മനുഷ്യപ്രകൃതിയിൽ കാണപ്പെട്ടു. ഈ പ്രകൃതിയിൽ, ഈ ജീവിതത്തിൽ, ഈ വീട്ടിൽ അദ്ദേഹം താമസിച്ചു. ഇനി സുവിശേഷങ്ങൾ ഒന്നുകൂടെ വായിക്കുക, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി ഉപമകൾ വായിക്കുമ്പോൾ പഴയതുപോലെ ആയിരിക്കില്ല. ഇതുപോലുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന പ്രപഞ്ചത്തിന്റെ ദൈവത്തെ അറിയേണ്ട ആളുകളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. യേശു ജീവിച്ച ഈ ജീവിതത്തിൽ ഏത് ഭാഗമാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത്? അതിനെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.